എത്തുന്നതോടെ എറണാകുളം ജില്ലയിൽ പ്രചരണത്തിന് ആവേശം കൂടിയിരിക്കുന്നു. ജില്ലയിൽ നേട്ടമുണ്ടാക്കുന്നവർക്ക് ഭരണത്തിലെത്താൻ പ്രയാസമുണ്ടാവില്ല എന്നതുകൊണ്ട് രണ്ടു മുന്നണിക്കും അഭിമാന പോരാട്ടമാണ് ഇവിടെ. കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ സാരഥി തോമസ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പൊതുവെ UDFന്റെ ഉറച്ച കോട്ടയെന്ന് ഖ്യാതിയുള്ള ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കുന്ന മുന്നണി ഏതായാലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ജില്ലയിൽ ഭൂരിപക്ഷം നേടിയാൽ സംസ്ഥാനത്തെ നിർണായക ശക്തിയാവാൻ പ്രയാസമുണ്ടാവില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14-ലെ 11 നേടിയായിരുന്നു വലതിന്റെ വിജയം. ഇടതിനാവട്ടെ കിട്ടിയത് 3 സീറ്റ്. ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കാൻ ഇടതുമുന്നണിയും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ വലതുമുന്നണിയും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഇക്കുറി. അതുകൊണ്ട് കൊടും വെയിലിനെ പോലും വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി കഴിഞ്ഞു. എല്ലാ നിയോജകമണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തെത്തിയും കഴിഞ്ഞു. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDFന്റെ എല്ലാ നിയോജകമണ്ഡലം ഇലക്ഷൻ കൺവെൻഷനുകളും കഴിഞ്ഞിരിക്കും. ആ കൺവെൻഷനുകളിൽ നിശ്ചയിച്ച ഡേറ്റ് പ്രകാരം എല്ലാ പഞ്ചായത്ത് തല UDF കൺവെൻഷനുകൾ നടന്ന് പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണവും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലയിൽ നല്ല രീതിയിൽ മുന്നേറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരം നല്ല ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരവും വളരെ പ്രകടമാണ്. പിന്നെ എറണാകുളം ജില്ലയാണെങ്കിൽ കിഴക്കൻ മേഖല കാർഷിക മേഖലയാണ്. റബ്ബറാണ് പ്രധാനപ്പെട്ട സമ്പദ്ഘടനയുടെ വരുമാന മാർഗമെന്നുള്ളത്. അപ്പോൾ റബ്ബറിൻ്റെ വിലയിടിവിലുള്ള പ്രതിഷേധം കർഷകർക്കിടയിൽ ശക്തമാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തീരദേശ മേഖലയിൽ കടൽ നിയമവുമായി ബന്ധപ്പെട്ട് തീരദേശ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ വിദേശ ട്രോളറുകൾ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധി, അപ്പോൾ ജീവിത പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. അപ്പോൾ നിലവിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, ജില്ലയ്ക്കകത്തുള്ള സവിശേഷ പ്രശ്നങ്ങൾ, മധ്യഭാഗം എടുത്തു കഴിഞ്ഞാൽ വ്യവസായ മേഖല പ്രതിസന്ധി, ഈ എല്ലാ ഘടകങ്ങളും കൂടി വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാവുകയും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാവുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പൊതുവെ നല്ല സ്വീകാര്യതയുള്ളവരാണ്. മണ്ഡലത്തിലെല്ലാം തന്നെ ഒരു തരത്തിലുള്ള വ്യത്യസ്തതയും ഇല്ലാതെ ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിക്കൊണ്ട് നോക്കുമ്പോൾ നന്നായി തന്നെ ജില്ലയ്ക്കകത്ത് ഇത്തവണ മുന്നേറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പതിവുകൾ തെറ്റിച്ച് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ ചരിത്രവുമുണ്ട് ജില്ലയ്ക്ക്. 2006-ലാണത്. 14 സീറ്റിൽ 9 എണ്ണം നേടിയായിരുന്നു ഈ വിജയം. ഇങ്ങനെ ഒരു അനുഭവം കൂടി ഉള്ളതുകൊണ്ടാണ് ജില്ലയുടെ രാഷ്ട്രീയത്തെ കൃത്യമായി പ്രവചിക്കുക അസാധ്യമാവുന്നത്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എറണാകുളം ജില്ല എല്ലാ കാലവും UDFന് ഒരു മേൽക്കോയ്മയും മേധാവിത്വമോ ഉള്ള ഒരു ജില്ലയാണ്. കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ 3 സീറ്റുകൾ മാത്രമാണ് LDFന് എറണാകുളത്തിൽ നിന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 10-ലധികം സീറ്റുകൾ UDF ആണ്. അതെല്ലാ കാലവും എറണാകുളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് ആവർത്തിക്കണം എന്ന് 2016 തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ മൊത്തം ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിശ്ചയമായും എറണാകുളത്തിൻ്റെ പിന്നെ വിധിയെഴുത്തിനെയും സ്വാധീനിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. എന്നതിനർത്ഥം LDF പോലും എറണാകുളത്ത് നിന്ന് വലിയ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. UDF ക്യാമ്പുകളാണെങ്കിലും മുൻകാലങ്ങളിലുള്ള വിജയം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ കേരളത്തിൻ്റെ മൊത്തം ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ എറണാകുളത്തും എന്തായിരുന്നാലും സംഭവിക്കും എന്ന് നമുക്ക് കരുതാനാകും. വലിയ മാറ്റം ഉണ്ടായില്ലെങ്കിൽ കൂടി ചില നിയോജക മണ്ഡലങ്ങളിലെങ്കിലും മാറ്റത്തിൻ്റേതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് സംഭവിച്ച ചില പുതിയ സംഭവ വികാസങ്ങൾ, ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ കടന്നുവരവ് കോതമംഗലം മൂവാറ്റുപുഴ നിയോജക മണ്ഡലങ്ങളെ അത് സ്വാധീനിക്കാനിടയുണ്ട്.
തൃപ്പൂണിത്തുറ മണ്ഡലം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വലിയ ആശയക്കുഴപ്പങ്ങളെ മറികടന്നാണ് രണ്ട് മുന്നണികളും ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. UDFിന്റെയും LDFിന്റെയും സ്ഥാനാർത്ഥി നിർണയം തൃപ്പൂണിത്തുറയിൽ വലിയ ചർച്ചയായതാണ്. പി രാജീവിന്റെ പേര് പരിഗണിക്കപ്പെട്ടതും പകരം M സ്വരാജ് കടന്നുവന്നതുമെല്ലാം വാർത്തയായപ്പോൾ UDFിൽ K ബാബുവിന് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വളരെ വൈകുകയും ചെയ്തു. KPCC പ്രസിഡന്റ് VM സുധീരൻ ഒഴിവാക്കിയവരുടെ കൂട്ടത്തിൽ K ബാബുവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദഫലമായിട്ടാണ് സ്ഥാനാർത്ഥിത്വം K ബാബുവിന് തന്നെ കിട്ടിയത്. തൃപ്പൂണിത്തുറയിൽ മാറ്റമുണ്ടാകുമെന്ന് ചിലരൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും മാറ്റമില്ലാതെയാണ് അവസാനിച്ചത്. പിന്നെ ഒരിക്കലും മാറ്റമുണ്ടാകില്ല എന്ന് വിചാരിച്ച തൃക്കാക്കരയിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ ഉണ്ടായ മാറ്റം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. മണ്ഡലത്തിൽ CPMന് ശക്തിയുള്ള പ്രദേശങ്ങളിൽ വിഭാഗീയത രൂക്ഷമായത് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഉദയംപേരൂരിലെ പ്രാദേശിക തർക്കങ്ങളെ മറികടക്കാൻ പാർട്ടി കാര്യമായി പരിശ്രമിക്കുന്നുണ്ട്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പൊതുവെ നല്ല സ്വീകാര്യത മണ്ഡലത്തിനകത്തുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളവിടെ കണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ കേന്ദ്രമെന്ന നിലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കേണ്ട ഭൂമികയാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ അഴിമതി വിരുദ്ധ പോരാട്ടം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് DYFI. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതിൻ്റെ സെക്രട്ടറി കൂടിയായ സ്വരാജ്. അതുകൊണ്ടാണ് സ്വരാജ് സ്ഥാനാർത്ഥിയാകണം എന്ന തീരുമാനത്തിലേക്ക് വന്നത്. അത് നന്നായി തന്നെ മണ്ഡലം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആദ്യ റൗണ്ട് പര്യടനങ്ങളെല്ലാം കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത്. ഉദയംപേരൂരിലെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നേയില്ല. കാരണം ഉദയംപേരൂരിൽ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായ സംഗതിയാണ്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോഴും ജില്ലാ പഞ്ചായത്തിൽ ആ ഡിവിഷനിൽ ഇടതുപക്ഷമാണ് വിജയിച്ചത്. വിജയിക്കുമ്പോൾ തന്നെ ഉദയംപേരൂർ പഞ്ചായത്തിലും ഇടതുപക്ഷത്തിനാണ് ലീഡുണ്ടായിരുന്നത്. അപ്പോൾ പ്രാദേശികമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ, പ്രശ്നങ്ങൾ പൊതുവെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വിശാലമായ താല്പര്യത്തോടുകൂടി എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന മദ്യനയവും ബാർക്കോഴ കേസുമാണ് തൃപ്പൂണിത്തുറയിൽ പ്രചരണ വിഷയം. ഇപ്പം തന്നെ എന്താ സീതാറാം യെച്ചൂരി ബാറുകൾ തുറക്കില്ല എന്ന് പറഞ്ഞിട്ടും ഇവർക്ക് വ്യക്തത ഇല്ലാതെ പോണേന്താ? ഇവർ വളരെ കമ്മിറ്റഡാണ്. ബാർ ഹോട്ടലുകൾ തുറന്നു കൊടുക്കാൻ വളരെ കമ്മിറ്റഡാണ്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം, എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയും ബാർ ഉടമകളുടെ പണം ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. പല ബാർ ഉടമകളുടെയും പണച്ചാക്കുകളും ഇവിടെ 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 വളരെയധികം പണം മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട് എനിക്കെതിരായി ആരോപണം ഉന്നയിക്കുക, അവരുടെ തന്നെ പണം ഉപയോഗിച്ച് എനിക്കെതിരായി ക്യാമ്പയിൻ നടന്ന ഈ മണ്ഡലത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ CPM പണം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ വ്യക്തമായ സൂചനയുണ്ട്. ചില ബാർ ഉടമകൾ അവരുടെ മക്കൾ ഇവിടെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ക്യാമ്പയിൻ നടത്തുന്ന പണം മുടക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മാത്രമല്ല, കേരളത്തിലെമ്പാടും 140 മണ്ഡലങ്ങളിലും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് അഴിമതിയാണ്. സ്വാഭാവികമായും ഈ മണ്ഡലത്തിലും അഴിമതി നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടും. എന്നാൽ അതോടൊപ്പം ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭാവി കേരളത്തെക്കുറിച്ചുള്ള പരിപ്രേക്ഷ്യം, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. അഴിമതി വിരുദ്ധ വികാരം കടലുപോലെ ആർത്തിരമ്പുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, അക്കാര്യത്തിൽ സംശയമില്ല. അതിൽ തൃപ്പൂണിത്തുറ സവിശേഷമായി അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. ജില്ലയിൽ BJPയുടെ സാന്നിധ്യം ശക്തമാവുന്നതും തൃപ്പൂണിത്തുറയിലാണ്. നഗരസഭയിലെ 2ാം സ്ഥാനം BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന സമയത്ത് തന്നെ അവർക്ക് തോന്നിയിരുന്നു നല്ല വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സാധിച്ചു. ഒന്നുകൂടി ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് എല്ലാവരെയും സമീപിച്ച് അവരുടെ സമ്മതിദാനാവകാശം ചോദിക്കുകയാണെങ്കിൽ അസംബ്ലി ഇലക്ഷന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും
അന്ന് അവരിൽ ആ പ്രവർത്തകന്മാരിൽ ഓരോരുത്തർക്കും തനിയെ തോന്നിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധ്യതയുള്ള ഒരു സീറ്റാണെന്നുള്ളത് BJPയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചും സാധാരണ നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളെ നിർത്തിയാൽ, നേരിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത സ്വീകാര്യനായ ഒരാളെ നിർത്തിയാൽ അങ്ങനെ ജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം എൻ്റെ പേര് പരിഗണനയിൽ വന്നത്. തൃക്കാക്കരയാണ് ജില്ലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു മണ്ഡലം. നിരവധി പദ്ധതികൾ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് വികസനമാണ് ഇവിടുത്തെ പ്രചരണ വിഷയം. സിറ്റിംഗ് MLA ബെന്നി ബെഹനാനെ മാറ്റി PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. KPCC പ്രസിഡന്റ് VM സുധീറിന്റെ താൽപര്യാർത്ഥമായിരുന്നു ഈ മാറ്റം. പകരം കൊണ്ടുവന്നത് പൊതുസമ്മതനായ PT തോമസിനെ ആയതുകൊണ്ട് വലിയ എതിർപ്പുകളില്ലാതെ പ്രശ്നം കെട്ടടങ്ങി. പക്ഷേ ഇവിടെ വിജയിക്കുകയെന്നത് PT തോമസിന് അഭിമാന പ്രശ്നമാണ്. PT തോമസ് ആ നിയോജകമണ്ഡലത്തിൽ തന്നെ താമസക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. ആ നിയോജകമണ്ഡലവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്, അവിടുത്തെ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട്. അതിന് ഒരു ദിവസത്തെ ഹാങ് ഓവർ പോലും ഉണ്ടായില്ല. ഈ തീരുമാനം വന്ന് പിറ്റേ ദിവസം തന്നെ അവിടെ ജനപ്രതിയായിരുന്ന ബെന്നി ബെഹനാനും ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള PT തോമസും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പിറ്റേ ദിവസം തന്നെ കാര്യങ്ങൾ ഭംഗിയായി അന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ തെറ്റല്ല. യാതൊരു പ്രശ്നങ്ങളുമില്ല, കൂട്ടായ്മയ്ക്കൊരു കുറവുമില്ല. നിലവിലുള്ള ജനപ്രതിനിധി, പ്രതിദാനം ചെയ്യുന്ന ജനപ്രതിനിധിയും വരാനിരിക്കുന്ന ജനപ്രതിനിധിയും അവരെല്ലാം രണ്ടല്ല ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരുമിച്ച് പാർട്ടിയും അവരും അവരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക് എന്നിവ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് വികസനം ഇവിടെ പ്രചരണ വിഷയമാണ്. തൃക്കാക്കര ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉറച്ച ഒരു സങ്കേതമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ MLA ശ്രീ ബെന്നി ബെഹനാൻ 24,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരു മണ്ഡലമാണ്. 5 വർഷത്തെ ശ്രീ ബെന്നി ബെഹനാൻ്റെ പ്രവർത്തനം കൂടുതൽ വോട്ട് നേടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ബെന്നി ഇവിടെ MLA ആകുന്നതിന് മുമ്പ് പഴയ തൃപ്പൂണിത്തുറയുടെ ഭാഗമായി ഈ പ്രദേശങ്ങളൊക്കെ ശ്രീ K. ബാബു നല്ല നിലയിൽ നോക്കി സംരക്ഷിച്ച ഒരു മണ്ഡലമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഐക്യജനാധിപത്യ മുന്നണി നല്ല കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു നിയോജകമണ്ഡലം കൂടിയാണ് ഈ തൃക്കാക്കര നിയോജകമണ്ഡലം. ഒരിക്കൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആശയക്കുഴപ്പങ്ങളൊക്കെ തീരുക എന്നത് സ്വാഭാവികമാണ്. ഞാൻ പോലും തൃക്കാക്കരയിൽ മത്സരിക്കാൻ നേരത്തെ ആഗ്രഹിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ചെയ്തിരുന്നതല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളെല്ലാം അംഗീകരിച്ചു. ഇവിടുത്തെ നിലവിലുള്ള MLA ആയ ശ്രീ ബെന്നി ബെഹനാനാണ് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പട നയിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ബെന്നി ബെഹനാൻ്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കരയിൽ പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് എതിർ സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യം തന്നെയായിരുന്നു. ഇടതുപക്ഷം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ കഴിയില്ല. 100 കണക്കിന് വീടുകൾ ഞാനും എൻ്റെ പ്രവർത്തകർ ഇതിനകം കയറി കഴിഞ്ഞു. രാഷ്ട്രീയമായ ചില ഏർപ്പാടുകളൊക്കെ ഇവിടെ നടന്നു എതിർപക്ഷത്ത്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള അസംതൃപ്തിയുണ്ട്. മൊത്തത്തിൽ കേരളമൊട്ടാകെ LDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ തൃക്കാക്കര അതിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രചരണ രംഗത്ത് LDFന് വേണ്ടി സ്ഥാനാർത്ഥിയായ ഞാൻ മുന്നിലാണ്. ആ അഡ്വാൻറ്റേജ് നിലനിർത്തിക്കൊണ്ട് അടുത്ത 16-ാം തീയതി വരെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തൃക്കാക്കര മണ്ഡലത്തിൽ NDAയിലെ ഘടകകക്ഷിയായ ലോക് ജനശക്തി പാർട്ടിയും BJPയും തമ്മിലുണ്ടായ തർക്കം വിവാദമായി. ലോക് ജനശക്തി പാർട്ടിക്ക് നൽകിയ സീറ്റ് സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് BJP തന്നെ ഏറ്റെടുത്തു. തൃക്കാക്കര മണ്ഡലത്തിൽ നമ്മൾ NDA എറണാകുളം ജില്ലയിൽ ലോക് ജനശക്തി പാർട്ടിക്ക് വേണ്ടിയിട്ട് രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് കൊടുത്തിരുന്നു. അവർക്ക് വലിയ ശക്തി ഒന്നും ഉണ്ടായിട്ട് കൊടുത്തതല്ല. NDA എന്ന കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് NDAയുടെ ഒരു ഘടകകക്ഷിയായി രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് അവർ ആ ആവശ്യം ഉന്നയിച്ചപ്പോൾ എല്ലാവരെയും അതിനകത്ത് ഉൾക്കൊള്ളണം എന്നുള്ള സാഹചര്യത്തിലാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻറ്റ് അക്കാര്യത്തിന് വേണ്ടി അവർക്കൊരു സീറ്റ് നീക്കിവെക്കാൻ തയ്യാറായത്.
തീർച്ചയായിട്ടും അത് അവർക്ക് വേണ്ടി മാറ്റിവെച്ചൊരു സീറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നതിൽ ആദ്യം മുതലേ കുറേ തർക്കങ്ങളുണ്ടായി അവരുടെ ഇടയിൽ. അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഏറ്റവും ഒടുവിലായി അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിവേക് വിജയൻ എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ NDA അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇതേപോലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായി. അത് സാമ്പത്തികപരമായ കാര്യങ്ങൾ, അതായത് ഇലക്ഷൻ ചെലവ്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകളെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു. തെരഞ്ഞെടുപ്പുകളുടെ ചെലവുകൾ സ്ഥാനാർത്ഥി തന്നെ വഹിക്കണം എന്ന് ആ പാർട്ടി പറയുമ്പോൾ അതിന് ആ സ്ഥാനാർത്ഥി പൂർണ്ണമായും തയ്യാറായിരുന്നില്ല. ആ സാഹചര്യത്തിൽ പാർട്ടി അങ്ങനെ ചെലവ് വഹിക്കണമെങ്കിൽ സ്ഥാനാർത്ഥി പണം കൊടുക്കണം എന്നൊരു സാഹചര്യം ഉണ്ടായതാണ് ഈ കോഴ വിവാദം എന്ന നിലയ്ക്ക് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സീറ്റ് BJPക്ക് തന്നെ വേണം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP അവിടെ സ്ഥാനാർത്ഥിയെ ഇന്നലെ ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു മണ്ഡലം അങ്കമാലിയാണ്. സിറ്റിംഗ് MLA ജോസ് തെറ്റയിലിന് ആരോപണങ്ങളുടെ പേരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടത് വലിയ വിവാദങ്ങളുണ്ടാക്കി. ജോസ് തെറ്റയിലിന് പകരം ബെന്നി മൂഞ്ഞേലിയെയാണ് ഇവിടെ മത്സരിക്കാൻ ജനതാദൾ നിയോഗിച്ചത്. ഒരു ഘട്ടത്തിൽ തെറ്റയിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്ന് വരെ അഭ്യൂഹമുണ്ടായെങ്കിലും അത് നടന്നില്ല. അങ്കമാലി കഴിഞ്ഞ 10 കൊല്ലം ബഹുമാനായ AP കുര്യൻ അങ്കമാലിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം 30 കൊല്ലക്കാലം ഏകദേശം ഒന്നും നടക്കാതിരുന്നൊരു കാലത്താണ് ബഹുമാനായ ജോസ് തെറ്റയിൽ MLA ആയിട്ട് വരുന്നത്. ഈ 10 വർഷം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും കാണാത്ത അത്രയും വികസന പ്രവർത്തനങ്ങളിൽ പ്രകടമായി അങ്കമാലിയിൽ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രവർത്തകർ എല്ലാവരും കൂടി നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരിക്കലും അങ്കമാലിയിലെ ജനങ്ങൾ മറക്കില്ല. ഒരിക്കലും അങ്കമാലിയിൽ അത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിന് സാധ്യത ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ ആരാണോ സ്ഥാനാർത്ഥിയാകുന്ന ആളുടെ പിന്നിൽ, ആളുടെ മുന്നിൽ കോട്ട തീർത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്കമാലിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള പ്രവർത്തകരും നേതാക്കന്മാരും നാളിതുവരെ ചെയ്തിട്ടുള്ളത്. അതിന് ഈ പ്രാവശ്യം യാതൊരു മാറ്റവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ കോടതികളും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തന്നെയല്ല ഇതൊക്കെ എന്തുകൊണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മറുപടി കുറിച്ചിട്ട്. ഇപ്പോൾ ഈ ആരോപണം എനിക്കെതിരല്ല പറയേണ്ടത്. എനിക്കെതിരെ പറയേണ്ടത് ഉമ്മൻചാണ്ടിക്കും ബെന്നി ബെഹനാനെതിരെയാണെന്നുള്ളത് ഈ പറഞ്ഞ കേസിനകത്തുള്ള ഇൻവോൾവ് ചെയ്ത ആൾക്കാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ക്രൈസ്തവ സഭയ്ക്ക് സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ് എറണാകുളം. സഭകളുടെ നിലപാട് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ക്രൈസ്തവ വിശ്വാസികൾ ഏറെയുള്ളതുകൊണ്ട് ജില്ലയിൽ സഭകളുടെ നിലപാട് നിർണായകമാണ്. മദ്യവർജനത്തിനല്ല, നിരോധനത്തിനാണ് സീറോ മലബാർ സഭയുടെ പിന്തുണ. മദ്യനയം സംബന്ധിച്ച് ഒരു വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരി മുന്നണികൾ നിലപാട് വ്യക്തമാക്കണമെന്നാണ് സഭയുടെ നിലപാട്. അതുകൊണ്ട് വ്യക്തികൾ അതിൽ പ്രധാനപ്പെട്ടതല്ല എന്നല്ല പറയുന്നത്. വ്യക്തികളെക്കാൾ പ്രധാനപ്പെട്ടതാണ് മുന്നണി എന്നാണ് ആ കാര്യത്തിൽ സഭ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരുപക്ഷെ ഒരിക്കലും മദ്യപിക്കാത്ത, മദ്യത്തെ സംബന്ധിച്ച് മദ്യം നിരോധിക്കണം എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ ഒരു മണ്ഡലത്തിൽ നിന്ന് MLA ആക്കി നമ്മൾ വിട്ടെന്ന് വെച്ചു. പക്ഷേ ആ മുന്നണിക്ക് അതല്ല അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ബോധ്യത്തിന് പോലും എതിരായിട്ട് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നണികൾ അതിൻ്റെ നയം വ്യക്തമാക്കണം. ഇരു മുന്നണികളുടെയും നയങ്ങളിൽ സഭയ്ക്ക് അല്പം ആശങ്കയുണ്ട്. അത് തുറന്നു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 5 സ്റ്റാർ ബാറുകൾ അനുവദിച്ചു വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നി 3-4 സ്റ്റാറുകളായിരുന്നവരെല്ലാം 5 ആകാൻ വേണ്ടി, അതായത് 3 ദിവസം മുമ്പ് 10 ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് ഇന്നലെ 25 ആപ്ലിക്കേഷനായി. അപ്പോൾ പെട്ടെന്ന് അത് കൂടി വരികയാണ്. പക്ഷേ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇനി 3-4 എന്നുള്ളത് 5 ആക്കി കൊടുക്കുന്നില്ല, നേരിട്ട് 5-ന് വരുന്നവർക്ക് കൂടുതൽ കർശനമായ നിലപാടുകളുണ്ടാകുന്നു. അത് നല്ലൊരു സമീപനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ നയം അല്പം കൂടി കൂടുതലായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ നയത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അവരുടെ
അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി പറഞ്ഞു ബാറുകളൊന്നും അടച്ചത് തുറക്കുന്നില്ല. അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയായി. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ബിവറേജ് ഔട്ട്ലെറ്റുകൾ 10% വീതം കുറച്ച് 10 വർഷം കൊണ്ട് പരിപൂർണമായ മദ്യനിരോധനം എന്ന് പറയുന്ന UDFൻ്റെ നയവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇതിനെപ്പറ്റി LDFൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ അതും ഒന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ നയങ്ങൾ അല്പം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന നയങ്ങളെ നമ്മൾ സഭ സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട്. നയം അല്പം കൂടി ഒന്ന് വ്യക്തമാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിമതശല്യം ഏറെയൊന്നുമില്ല ഇക്കുറി ജില്ലയിൽ. LDFന് പറയത്തക്ക വിമതന്മാരില്ല. കോൺഗ്രസിനാണ് ഒരു വിമതനുള്ളത്. കൊച്ചി മണ്ഡലത്തിൽ ഡൊമിനിക് പ്രസന്റേഷനെതിരെ മത്സരിക്കുകയാണ് കോൺഗ്രസിലെ KJ ലീനസ്. അവസാന നിമിഷം സാധാരണ കോൺഗ്രസ്സിൽ സംഭവിക്കുന്ന പോലെ തന്നെ സംഭവിച്ചു. സാധാരണ അവർ നിലവിലുള്ള MLAക്ക് തന്നെ അവർ സീറ്റ് കൊടുക്കുകയും അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഞങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ നിലവിലുള്ള MLA തുടർച്ചയായിട്ട് 1991 മുതൽ ഇവിടെ ഈ MLA ഇവിടെ സ്ഥിരമായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ മത്സരിക്കില്ല, അടുത്ത പ്രാവശ്യം മത്സരിക്കില്ല. ഞങ്ങൾ അതിൻ്റെ അവസാനത്തെ ചാൻസാണെന്നും പറഞ്ഞാൽ പുള്ളി ഇവിടെ മത്സരിച്ച് തുടങ്ങിയത്. അതിനുശേഷം വീണ്ടും മത്സരിക്കാൻ വന്നപ്പോൾ അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ KPCC നേതൃത്വമൊക്കെ അറിയിച്ചിരുന്നു. അതായത് ഇവിടെ നിയോജക മണ്ഡലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക്, ഒരു കോൺഗ്രസിൻ്റെ ആരെങ്കിലും ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇവിടെ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിഷേധിച്ചുകൊണ്ട് വീണ്ടും മത്സരരംഗത്ത് പല സന്നദ്ധ ഞങ്ങളോട് പല നേതാക്കളോടും അതുപോലെ തന്നെ പല മതമേലധ്യക്ഷന്മാരോടും പറഞ്ഞിരുന്ന വാക്ക് ലംഘിച്ചുകൊണ്ട് വീണ്ടും മത്സരരംഗത്ത് വന്നതിനെ എതിർക്കാനുള്ള കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് തീരുമാനിച്ചത്. പെരുമ്പാവൂർ, കളമശ്ശേരി, ആലുവ മണ്ഡലങ്ങളിലെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുടെ സാന്നിധ്യം ഇവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അത് മടുക്കുകയും ഏത് മുന്നണി വന്നാലും അഴിമതി എന്നുള്ളത് അവരുടെ എല്ലാ മുന്നണികളും അതിൻ്റെ ഭാഗമാണ്. മാത്രമല്ല വികസന കാഴ്ചപ്പാടിൽ ഒരുപക്ഷേ മുന്നണി സംവിധാനങ്ങളിൽ ഒരു കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് വികസന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് മുന്നണിയും ആശയപരമായി വ്യത്യാസമില്ലാത്ത അർത്ഥത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യാതെ വലിയ റോഡുകൾ അല്ലെങ്കിൽ വലിയ വമ്പൻ വികസനങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വികസനങ്ങൾ പോലും ജനങ്ങൾ ആവശ്യപ്പെടാത്ത കുറേ വികസനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിന് രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രികകളിൽ കാര്യമായ ഇടമുണ്ട്. കുടിവെള്ളം, റോഡ്, മാലിന്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വിഷയം പതിവ് പോലെ ഇക്കുറിയും ചർച്ചയാണ്. അപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ഒരു വികസന രാഷ്ട്രീയത്തിൻ്റെ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉയർന്നു വരും. LDFും UDFും ഉയർത്തുന്ന രണ്ട് വ്യത്യസ്ത വികസന കാഴ്ചപ്പാടുകളെയും അതുകൊണ്ട് തന്നെ ജനങ്ങൾ വിലയിരുത്തപ്പെടും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എല്ലാ പാർട്ടിക്കാർക്കും നിർണായകമാണ്. പ്രശ്നാധിഷ്ഠിത വോട്ടുകളെ സ്വാധീനിക്കാൻ ഇനിയും സമയമുണ്ടെന്നർത്ഥം. സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ മറ്റ് ജില്ലകളെ പോലെ എറണാകുളത്തെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.